നിങ്ങളുടെ പേഴ്സൺ ഇനി തിരികെ വരുമോ? ഇനിയും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് കുറേയധികം വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഫ്യൂച്ചർ എങ്ങനെയായി തീരും എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ മാറി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ റീഡിങ്ങിൽ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കുറേയധികം തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ നിലനിന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ പല രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ തന്നെ എങ്ങനെ ഓവർകം ചെയ്തിന് ഈ റിലേഷൻഷിപ്പിനൊരു ഒരു സ്ട്രെങ്ത് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലും നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു സൊല്യൂഷൻ എന്നോണം പെട്ടെന്ന് തന്നെ ഒരു മിറക്കിൾ പോലെ തന്നെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു പേഴ്സൺ ഉടനെ കടന്നു വരാനുള്ളൊരു പോസിബിലിറ്റി, ഒരു സാധ്യത ഇവിടെ നല്ലതുപോലെ റീഡിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് മേ ബി നിങ്ങളെ ഒരു കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഇൻ കേസ് നേരിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നേരിട്ട് കാണാനോ ഒക്കെയുള്ളൊരു പോസിബിലിറ്റിയാണ് ഇവിടെ റീഡിങ്ങിൽ മനസ്സിലാവുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേയധികം ഒത്തിരി കുറേയധികം വഴക്കിട്ടിട്ടുണ്ടായിരിക്കും. പല കാര്യങ്ങളെ ചൊല്ലിയും നിങ്ങൾ ഒരുപാട് വഴക്കടിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളെ പരസ്പരം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ബിഹേവിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് ഇപ്പോഴും വേദനിക്കുന്നുണ്ടായിരിക്കാം. ഇത്രയും സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ടൈമിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറേ പേരെങ്കിലും വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഇൻ കേസ് നിങ്ങളാണ് എന്തെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വിഷമമായിട്ടുണ്ടോ, മേ ബി അതുകൊണ്ടാണോ അവരിപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും, നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് എത്രത്തോളം വഴക്കടിച്ചാലും ഒരു ടോം ആൻഡ് ജെറി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ കുറച്ച് ഇങ്ങനെ വഴക്കടിച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെയും പിന്നെയും നിങ്ങൾ ഒരു ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരുന്നതിന് മുന്നേയും വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം, പിണങ്ങി ഇണങ്ങി അങ്ങനെ പോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർബായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ എത്രയധികം കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ മറന്ന് അല്ലെങ്കിൽ അതിനെ മറക്കാനും പാകത്തിനുള്ള സ്നേഹം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. സോ അത്രത്തോളം നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് മനസ്സുകൾ കൊണ്ട് ഭയങ്കര കണക്ഷൻ ഉള്ളവരാണ്. ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും വർക്കാവുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും മൂവ് ഓൺ ആവണം എന്ന് തോന്നിയാൽ കൂടിയും അത് സാധിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും സത്യം ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. മേ ബി ഒരു കുറേ പേരുടെയെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയായിരിക്കാം. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അധികമായിട്ട് ഉണ്ട് എന്നുള്ളൊരു എനർജി, അല്ലെങ്കിൽ അവരത് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അതൊക്കെ തന്നെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വന്നിട്ടുള്ളൊരു അവസ്ഥ. സോ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. മേ ബി അവരെയൊക്കെ കൺവിൻസ് ചെയ്ത് ചിലപ്പോൾ അവർ എന്തെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ടാവാം. സോ അതൊക്കെ കൊണ്ട് തന്നെ ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ തന്നെ കഴിവതും ഒഴിവായിട്ടുണ്ട് എന്നുള്ളൊരു അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കും അറിയാം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇങ്ങനെ നിങ്ങളെയും അവർ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഇൻ കേസ് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ആ ഒരു ദേഷ്യത്തിന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ അത് നിങ്ങൾക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്നും ഒക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സയൻസ് കാണുന്നുണ്ടായിരിക്കാം. അതായത് വൈറ്റ് ഫീദേഴ്സ് ആയിക്കോട്ടെ, വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, ട്വിൻ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, യെല്ലോ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള യൂണിവേഴ്സൽ സയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് 111777 ഉള്ള അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ മേ ബി കാണുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെയും നിങ്ങൾക്കൊരു
ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചകമായിട്ട് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്ന സയൻസ് ആണ്. സോ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ കുറേ പേരെങ്കിലും ഈ റീഡിങ് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഇങ്ങനെയൊക്കെ പോസിബിൾ ആകുമോ, അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും വിളിക്കാത്ത ഒരാൾ, മെസ്സേജ് ചെയ്യാത്ത ഒരാൾ ഉടനെ വരുമെന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടി ഇരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഈ ഒരു കൺഫ്യൂഷൻ വെച്ചിട്ടായിരിക്കണം മേ ബി നിങ്ങൾ കുറേ പേരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലും. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത് ഓക്കെ ആവും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഉടനെ തന്നെ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഇങ്ങനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓക്കെ ആവോ ഇല്ലയോ എന്നുള്ളൊരു അങ്ങനെ വെച്ചിട്ട് നിങ്ങളൊരു കാര്യത്തിലും മീൻസ് മാനിഫെസ്റ്റ് ചെയ്യാവുന്നത് അതിലൊരു അർത്ഥമില്ല. പക്ഷെ നിങ്ങളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളിങ്ങനെ ആ ഒരു പേഴ്സണായിട്ടുള്ളൊരു ഫ്യൂച്ചർ എങ്ങനെയാവണം, അവർ മിണ്ടുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് കാണുന്നു, അങ്ങനെയുള്ള രീതിയിൽ അത് പോസിബിൾ ആയി എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ന്യൂ ബിഗിനിങ് ഉടനെ ഉണ്ടാവും. അതായത് അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളൊരു എഫേർട്ട് ഇടാണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് ഒരു പേഴ്സൺ വരും എന്നുള്ളൊരു എനർജിയാണ് അവിടെ ഫീൽ ആവുന്നത്. ഇപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പോലും കുറേയധികം തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. അതൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ വരാനാണെന്ന് പോലും നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതാണ് പറഞ്ഞത്, ഒരു മാജിക് പോലെ അല്ലെങ്കിൽ ഒരു മിറക്കിൾ പോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കും, അന്നും ഇന്നും ഒക്കെ ഒരുപോലെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. സോ അതിനൊരു ഫലം എന്നോണം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊരു റിയൂണിയൻ പോസിബിൾ ആവാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് ഇവിടെ കിട്ടിയതെന്ന് കൂടി നോക്കാം. ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട്, നമ്പർ 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ സി ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലെറ്റർ എം കിട്ടിയിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ എന്നുള്ളൊരു ഡേ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെനസ്ഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ലെറ്റർ ഒ ആണ്. ലെറ്റർ ഒ കിട്ടിയിട്ടുണ്ട്. നമ്പർ 12 കിട്ടിയിട്ടുണ്ട്. നമ്പർ 17 ആണ് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലെറ്റർ എച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ടോക്കറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ്. ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, ലെറ്റർ ജി കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സൺഡേ എന്നുള്ളൊരു ഡേ ആണ്. ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഗവൺമെൻറ് ജോബ് ഉള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സ്മൈൽ എന്നുള്ളൊരു ക്ലൂ ആണ്. നിങ്ങളുടെ സ്മൈലിനും അവരുടെ സ്മൈൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുറേയധികം ഇഷ്ടമായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മെഡിക്കൽ ഫീൽഡ് എന്നുള്ളതാണ്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ലെറ്റർ ആറാണ്. ലെറ്റർ 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്രാവലിംഗ് എന്നുള്ളൊരു ക്ലൂ ആണ്. ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതുമല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം. ഓക്കെ, ലാസ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ എൽ ആണ്. ലെറ്റർ എൽ ആണ് ഇവിടെ ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.